വിശുദ്ധ വേദ പുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം കോവിഡ് കാലത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. 9-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീതികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മളുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മളുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരന്റെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും, ആരും അവയെ കൂട്ടിച്ചേർക്കുകയില്ല എന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. പ്രായഭേദമന്യേ നമ്മളുടെ വീതികളിലും വിശാല സ്ഥലത്തു നിന്നും പ്രായഭേദമില്ലാതെ തലമുറകൾ നീങ്ങിപ്പോയി, എത്രയോ പേർ മാറ്റപ്പെട്ടു പോയി. ഇനി നമ്മൾക്ക് എന്തു ചെയ്യാൻ സാധിക്കുമെന്ന് 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശേഷിച്ചിട്ടുള്ള തലമുറയെ നമ്മെ ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. 9-ാം അധ്യായം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ കണ്ടറിയുന്നതിൽ മാത്രം പ്രശംസിപ്പീനെന്ന്. ഈ ലോകത്തിൽ ഒന്നിലും പ്രശംസിക്കരുതെന്ന് ദൈവത്തിന്റെ വചനം ഈ തലമുറയിലായിരിക്കുന്ന നമ്മളോട്, എന്തൊക്കെയോ ആയി എന്ന് ചിന്തിക്കുന്ന നമ്മളോട് പറയുകയാണ്. നമുക്ക് പ്രശംസിപ്പാനുള്ളത് ക്രിസ്തുവിൽ മാത്രമാണ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലേ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരാണ്. എന്നാൽ ക്രിസ്തു തമ്പുരാൻ എങ്ങനെയായിരുന്നു എന്ന് 2-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറയുന്നുണ്ട്. തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്തു. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന മഹാസന്തോഷമായ നിത്യജീവനെ അവകാശമാക്കുവാൻ നാമും നമ്മുടെ തലമുറയും അത്യധ്വാനം ചെയ്യണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഈ സന്ധ്യയിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. 2023 എന്ന് പറയുന്ന വർഷത്തിൻ്റെ ആരംഭ മാസങ്ങളിലാണ് നമ്മൾ. ആരംഭ മാസങ്ങളിൽ നമുക്കറിയാം, വളരെ ചൂടേറിയ ഒരു സ്ഥലത്ത് എല്ലാവരും വീശിക്കൊണ്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഓർത്തു നോക്കുക, നാളത്തെ പകലിൽ നല്ലൊരു മഴ പെയ്യണമെന്ന് പെട്ടെന്ന് നമ്മൾ പറയും, വേണ്ട, അയ്യോ യോഗം നടക്കുന്ന സ്ഥലമാണ്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കേ, ഒരു വലിയൊരു മഴ രാത്രിയിൽ പെയ്താൽ എന്തായിരിക്കും ഹൃദയത്തിന് കിട്ടുന്ന, ശരീരത്തിന് കിട്ടുന്ന ആശ്വാസം? പുതുമഴയുടെ ആശ്വാസം അതാണ്. പുതുമഴയുടെ പ്രത്യേകത എന്താ? പുതുമഴ മണ്ണിലേക്ക് വീഴുമ്പോൾ മണ്ണിൽ അലസമായി പറന്നു നടക്കുന്ന ഈ പൊടിയൊക്കെ ഒന്ന് ശാന്തമാകും. വീണ്ടും പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പുതുമണ്ണിൻ്റെ സുഗന്ധം ഉയരത്തിലേക്ക് വരും. പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന മരത്തിൻ്റെ വേരുകൾക്ക് ശക്തി പ്രാപിക്കും. ഉണങ്ങിക്കിടക്കുന്ന മരത്തിൻ്റെ വേരുകൾക്ക് ശക്തി പ്രാപിക്കുമ്പോൾ കൊമ്പുകളിൽ പുതുജീവനായ നാമ്പുകൾ ഉണ്ടാകും. പുതുമഴ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ ഈ അലസമായി കിടക്കുന്ന വിത്തുകൾക്ക് പുതിയ ജീവന്റെ തുടിപ്പുകൾ കാണും. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ വചനം ഈ വർഷത്തിന്റെ ആരംഭത്തിൽ പുതുമഴ പോലെ എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തെ നനയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഈ കേട്ട ദിവസത്തിലെല്ലാം വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ സത്യമായും ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. പൊടിയായി ഉയരത്തിലേക്ക് ഉയരുന്ന നമ്മുടെ പരാതികളും പരാധീനതകളും ഒക്കെ ഒന്ന് മണ്ണിലടിഞ്ഞിട്ട് പുതുമണ്ണിൽ നിന്ന് ഉയരത്തിലേക്ക് ഉയരുന്ന മണ്ണിന്റെ സുഗന്ധം പോലെ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ഉയരത്തിലേക്ക് തമ്പുരാന്റെ സന്നിധിയിലേക്ക് എത്തട്ടെ. വീണ്ടും പുതുമണ വീണ് നനയുന്ന മരത്തിന്റെ വേരുകൾ പോലെ വേരുകൾ നനഞ്ഞു കുതിരുമ്പോൾ കൊമ്പുകളിലാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്, കൊമ്പുകളിലാണ് തളിർപ്പുകൾ ഉണ്ടാകുന്നത്. ആയതുപോലെ മാതാപിതാക്കൾ വേരുകളാണ്. പ്രിയമുള്ളവരെ, റോമാലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ. വേരായിരിക്കുന്ന നാം മാതാപിതാക്കൾ വിശുദ്ധരായി ജീവിക്കുമ്പോൾ മാത്രമാണ് കൊമ്പുകളായ മക്കളിൽ നിന്ന്, തളിർപ്പുകളായ മക്കളിൽ നിന്ന് നല്ല അനുഭവ ഫലങ്ങൾ അനുഭവിക്കുവാൻ നമുക്ക് ഇടയാകുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. വീണ്ടും പറയുകയാണ്, പുതുമഴ വീണ് മണ്ണിൽ കിടക്കുന്ന വിത്തുകളിൽ നാമ്പുകൾ ഉണ്ടാകുന്നത് പോലെ നമ്മളിൽ പുതിയ കൃപകളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിലെ വചന കേൾവികൾ മുഖാന്തരമാകുന്നില്ല എങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് ചോദിച്ചു നടന്നിട്ട് എന്താണ് കാര്യം? നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു സങ്കല്പമുണ്ട്. നമ്മുടെ ദൈവം ആരാണ് നമുക്ക് ദൈവം? പലപ്പോഴും ഒറ്റപ്പെടുമ്പോൾ, പലപ്പോഴും പലരും മാറ്റി നിർത്തുമ്പോൾ അപ്പനെ പോലെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ ദൈവം,
അല്ലെ? പലപ്പോഴും സങ്കടത്തിൽ മുങ്ങിത്താഴുമ്പോൾ അമ്മയെപ്പോലെ മാറോടണയ്ക്കുന്ന ദൈവത്തെ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നല്ല സഖിയായി, നല്ല സഹോദരനായി എന്നോട് ചേർന്ന് വരുന്ന ദൈവം. എന്നിട്ട് എൻ്റെ കഷ്ടതയുടെ നടുവിൽ എന്നോട് പറയണം, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയുന്ന ദൈവത്തെയാണ് നമുക്കിഷ്ടം. നീ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ അത് നിന്നിൽ മുങ്ങിപ്പോകുകയില്ല, നീ തീയിൽ കൂടി നടന്നാലോ നിന്നെ അത് വെന്ത് കളയുകയില്ല എന്ന് പറയുന്ന ദൈവത്തെ നമ്മൾക്ക് നേരിട്ട് അറിയാവുന്നതാണ്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടന്നാലും നീ ഒരു അനർത്ഥവും ഭയപ്പെടേണ്ട, കാരണം ഞാനാണ് നിന്റെ ദൈവം. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടിയാലും ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയമിറങ്ങുമെന്ന് പറയുന്ന ദൈവത്തെയല്ലേ നമുക്കിഷ്ടം. ഒരു സൈന്യം എൻ്റെ ചുറ്റും നിന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് പറയുന്ന സങ്കീർത്തനക്കാരൻ്റെ ദൈവത്തെയാണ് നമുക്കിഷ്ടം. എന്നാൽ ഇതേ ഇഷ്ടം അപ്പനായ ദൈവത്തിന് എന്നോടുമുണ്ട് എന്ന് പലപ്പോഴും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നമ്മൾ മറന്നുപോകുകയല്ലേ? തിരിച്ചൊന്ന് ചിന്തിക്കാം നമുക്ക്. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ഈ 2023 എത്രയോ നീതിമാന്മാർ കാലഹരണപ്പെട്ടു പോയ കാലത്ത് എന്നെ ഈ ഭൂമിയിൽ നിർത്തിയിട്ട് തമ്പുരാൻ കർത്താവ് എന്തായിരിക്കും കാര്യവിചാരകനായ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ടാകുക? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അത്തിമരത്തെ അന്വേഷിച്ചു വരുന്ന യജമാനനെ നമുക്ക് കാണാൻ സാധിക്കും. അത്തിമരം കായ്ക്കുന്ന കാലമല്ലാത്ത കാലത്ത് കടന്നു വന്നിട്ട് യജമാനൻ ചോദിക്കുകയാണ്, ഈ അത്തി എന്തിനിങ്ങനെ നിർത്തിയിരിക്കുന്നു, വെട്ടിമാറ്റരുതോ എന്ന്. അത് നോക്കി നടത്തുന്ന കാര്യവിചാരകൻ പറയുകയാണ്, ഒരു വർഷം കൂടി അതൊന്ന് നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഞാനതിന് തടമെടുക്കാം, ഞാനതിന് വെള്ളം കോരാം, ഞാനതിന് വളമിടാം. പ്രിയമുള്ളവരെ, ഒരു വർഷം കൂടെ നിർത്തിയിരിക്കുകയാ, ഒരു കൺവെൻഷൻ കാലം കൂടെ നിർത്തിയിരിക്കുകയാ. ഒരു സമയം യജമാനൻ കടന്നു വരും. ഫലത്തിന്റെ കാലമല്ലാത്തൊരു കാലത്ത് കർത്താവ് കടന്നു വരും. നമ്മളിലെ ഫലം അന്വേഷിക്കുമ്പോൾ അപ്പൻ എന്ന കാര്യത്തിൽ എൻ്റെ ഫലം എങ്ങനെയാണ് ഞാൻ പുറപ്പെടുവിച്ചത്, അമ്മ എന്ന സ്ഥാനത്തിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഫലം പുറപ്പെടുവിച്ചത്, അമ്മായി അമ്മ എന്ന സ്ഥാനത്തിൽ, മരുമക്കൾ എന്ന സ്ഥാനത്തിൽ, സഭാ ശുശ്രൂഷകർ എന്ന സ്ഥാനത്തിൽ, വിശ്വാസികൾ എന്ന സ്ഥാനത്തിൽ. പ്രിയമുള്ളവരെ, നിന്റെ കണക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ദിവസത്തിൽ നാമും എങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കും? എന്നാൽ ഇങ്ങനെ ദൈവസന്നിധിയിൽ ദൈവം സാക്ഷ്യം പറഞ്ഞിട്ടുള്ള വിശുദ്ധ പിതാക്കന്മാർ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും യഹോവയാം ദൈവം തന്റെ സൃഷ്ടിയായ ഇയ്യോബ് എന്നൊരു പുരുഷനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബോ അവൻ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷമില്ലാത്തവനുമാകുന്നു എന്ന് 3 പ്രാവശ്യമാണ് യഹോവയാം ദൈവം ഇയ്യോബ് എന്ന തൻ്റെ ഭക്തനെ കുറിച്ച് സർട്ടിഫൈ ചെയ്യുന്നത്. നമ്മളെല്ലാം ഭക്തന്മാരാണെന്ന് അവകാശപ്പെടുന്നവരല്ലേ? എന്നെ നോക്കിയിട്ട് എൻ്റെ കർത്താവിന് പറയാൻ സാധിക്കുമോ? എൻ്റെ പേര് ചൊല്ലി എൻ്റെ കർത്താവിന് പറയാൻ സാധിക്കുമോ ദുഷ്ടന്റെ മുൻപിൽ, എൻ്റെ ദാസനായ ഇന്നയാൾ നേരുള്ളവനാണ്, നിഷ്കളങ്കനാണ്, ദൈവഭക്തനാണ്, സത്യം വിട്ടു മാറാത്തവനാണെന്ന് പറയാൻ സാധിക്കുമോ? വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തില് അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുന്ന നഥാനിയേലിനെ നോക്കിയിട്ട് കർത്താവ് തമ്പുരാൻ പറയുകയാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന്. അപ്പനായ എന്നെ നോക്കി ഇവൻ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് പറയുവാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ എന്ന ഉദ്യോഗം ഈ ഭൂമിയിൽ പൂർണ്ണമാകുന്നത്, എൻ്റെ അമ്മ എന്ന ഉദ്യോഗം ഈ ഭൂമിയിൽ പൂർണ്ണമാകുന്നത്. കാരണം സങ്കീർത്തനക്കാരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഞാൻ പരദേശിയായിട്ട് പാർക്കുന്ന ഈ വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം. തലമുറയുടെ മുൻപിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ കീർത്തനങ്ങളാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ചട്ടങ്ങളെ കീർത്തനങ്ങളാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ദൈവം മുൻപാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാം. അല്ലെങ്കിൽ നാമും ആ പഴയ ഇസ്രായേലിനെ പോലെയാവും. എന്തായിരുന്നു പഴയ ഇസ്രായേലിന്റെ പ്രത്യേകത? പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിതൂണായും ഇസ്രായേലിനെ വഴി നടത്തിയ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവം. തൻ്റെ ജനത്തിന് വിശക്കുമ്പോൾ മന്നയും തൻ്റെ ജനത്തിന് ദാഹിക്കുമ്പോൾ മാറായിലെ കൈപ്പുള്ള ജലത്തെ മാധുര്യമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ദൈവം. തൻ്റെ ജനം തളരാതിരിക്കാൻ അനുദിനം ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അവർ തകർന്നു പോകാതിരിക്കുവാൻ അനുദിനം കൂടെ നടക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടില്ല എങ്കിൽ ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ
പിറുപിറുക്കുമായിരുന്നു. ആ ഒരു പിറുപിറുപ്പിൻ്റെ അനുഭവം നിന്ന് മാറണമെങ്കിൽ നമ്മൾ ആരെ ധ്യാനിച്ചു കൊള്ളണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ധ്യാനിക്കണം. എന്താണ് തമ്പുരാനെ ധ്യാനിച്ചാലുള്ള ഗുണം? തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന നിത്യമായ സന്തോഷത്തിനായി ഈ ഭൂമിയിലുള്ള സിംഹാസനങ്ങൾ വേണ്ട, ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങൾ വേണ്ട, ഈ ഭൂമിയിലുള്ള കഷ്ടങ്ങൾ മതി എനിക്ക് എന്ന് പറയുവാനും, നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്കു നേരിട്ട ഇങ്ങനെയുള്ള വിരോധം ധരിച്ചവനെ നാം ധ്യാനിച്ചു കൊള്ളുവീൻ എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആകയാൽ നമുക്കും വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ ഇഷ്ടമാണ്. പിന്നെ ഇഷ്ടമില്ലാത്തത് എന്താണ്? ക്രിസ്തുവിൻ്റെ വഴികൾ മാത്രമാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്. കാരണം നമ്മൾ പല അരുതുകളെയും താലോലിക്കുന്നവരാണ്. നമ്മൾ പല അരുതുകളെയും താലോലിക്കുന്നവരാണ്. നമ്മൾ പല അതിർവരമ്പുകളും അറിയാത്തവരാണ്. അരുതുകളെ താലോലിക്കുകയും അതിർവരമ്പുകളെ അറിയാതിരിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ വഴിയിൽ കൂടി നടക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവർ, ഈ സന്ധ്യയിൽ ക്രിസ്തുവിൻ്റെ വഴി, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് തമ്പുരാൻ്റെ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഒന്നാമതായി കർത്താവിൻ്റെ വഴി എന്തായിരുന്നു? അവസരങ്ങളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാം. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ക്രൂശിനെ വഹിച്ച് തനിക്ക് ദൈവം പിതാവ് തന്നിരിക്കുന്ന അവസരത്തെ തൻ്റെ ജനത്തിന് അനുഗ്രഹമാക്കി മാറ്റിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നാമതായി നമുക്കും നമ്മുടെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാം. എങ്ങനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കുന്നത്? ആയതിന് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നാം നമ്മോട് പറയണം, നിത്യ തേജസ്സിൻ്റെ ഘനമോർക്കുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളൊന്നും എനിക്ക് സാരമില്ല, ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, കാരണം എൻ്റെ ദൈവം ഇതിലെല്ലാം വലിയവനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമ്പോൾ മാത്രമാണ് കർത്താവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത്. ക്രിസ്തുവിനെ നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക? ക്രിസ്തു എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന ചിത്രം കുരിശിൽ കിടന്ന് തൻ്റെ നിർമ്മലമായ 2 കൈകളും തുളയ്ക്കപ്പെട്ട, തൻ്റെ നിർമ്മലമായ കാലുകൾ തുളയ്ക്കപ്പെട്ട, നിർമ്മലമായ പാപമില്ലാത്തവൻ്റെ ചങ്ക് തുറക്കപ്പെട്ട, നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ അവസാന തുള്ളി രക്തവും നമുക്ക് വേണ്ടി ഊറ്റിക്കളഞ്ഞ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി കഷ്ടതകളെ മുറുകെ പിടിക്കുവാൻ, കുരിശിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കുരിശിലേക്കുള്ള യാത്രകൾ അനുഗ്രഹത്തിൻ്റെ യാത്രയാകുന്നത്. അതുകൊണ്ടല്ലേ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ, കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി. ഉള്ള മുരുകുന്നൻ ചങ്കു തകരും, കണ്ണു നിറയുന്നൻ രക്ഷകൻ. ഉള്ള മുരുകുന്നൻ ചങ്കു തകരും, കണ്ണു നിറയുന്നൻ രക്ഷകൻ. ഇങ്ങനെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ, ജീവിതത്തിന്റെ കഷ്ടത്തിൽ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നിത്യ തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ എൻ്റെ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എന്നെ അന്യൻ പരിഹസിക്കുമ്പോൾ എനിക്ക് വേണ്ടി തുപ്പലേറ്റ ക്രിസ്തുവിനെ കാണാൻ എനിക്ക് സാധിച്ചാൽ ഞൊടി നേരത്തേക്കുള്ള എൻ്റെ കഷ്ടതകൾ സാരമില്ല. എനിക്ക് അവകാശപ്പെട്ടത് എൻ്റെ സഹോദരൻ തട്ടിയെടുക്കുമ്പോൾ കുരിശിൽ വെച്ച് പോലും ഒറ്റിക്കൊടുത്ത് സഹോദരനെ പോലെ സ്നേഹിച്ചവനോട് ക്ഷമിച്ച ക്രിസ്തുവിനെ നോക്കിയാൽ എൻ്റെ കഷ്ടങ്ങൾ സാരമില്ല. ഇങ്ങനെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കിയ അനേക ദൈവപുരുഷന്മാർ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൽ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് തൻ്റെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയത് കാണാം. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ജീവിച്ചിരുന്ന ദേശത്ത് വലിയ മുമ്പിലത്തെ പോലെ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായതുപോലെ വലിയൊരു ക്ഷാമമുണ്ടാകുകയാണ്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് ഗരാരിലേക്ക് പോകുകയാണ്. തൻ്റെ അപ്പനായ അബ്രഹാം പോയ ദേശത്തേക്ക് പോകുന്ന ഇസഹാക്കിനെ നമുക്കറിയാം.
രണ്ട്, അപ്പൻ പോയ ദേശത്തേക്ക് അവൻ പോയി. രണ്ട്, മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, ഈ ദേശത്ത് താമസിക്കാൻ യഹോവയോട് അവൻ ആലോചന ചോദിക്കുകയാണ്. ഇസഹാക്കിൽ കാണുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയ ഇസഹാക്ക് ഒന്ന്, അപ്പൻ പോയ വഴിയെ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുക. രണ്ട്, ഈ ദേശത്ത് ഞാൻ താമസിക്കണമോ എന്ന് യഹോവയോട് ആലോചന ചോദിക്കുക. യഹോവയുടെ ശബ്ദം ഇസഹാക്കിനോട് പറയുകയാണ്, ഞാൻ നിന്റെ അപ്പനായ അബ്രഹാമിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ അപ്പനെ അനുഗ്രഹിച്ച ദൈവമാകുന്നു, ഞാൻ നിന്റെ അപ്പന് വാഗ്ദത്തം കൊടുത്ത ദൈവമാകുന്നു, ഞാൻ നിന്റെ അപ്പനോട് കൂടെ നടന്ന ദൈവമാകുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ തലമുറകളും ക്ഷാമത്തിന്റെ കാലത്തും നമ്മുടെ തലമുറകൾ കഷ്ടത്തിന്റെ കാലത്തിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ കാണിച്ചു തന്ന വഴി, നവോമിയുടെ വഴി കണ്ടിട്ട് രൂത്ത് പറയുന്നത് പോലെ, എൻ്റെ അമ്മാവി അമ്മയുടെ ദൈവം എൻ്റെയും ദൈവമെന്ന് തലമുറകൾ സാക്ഷിപ്പാൻ തക്കവണ്ണം ഇസഹാക്കിനെ പോലെ അപ്പൻ്റെ വഴി കാട്ടിക്കൊടുക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതം, നമ്മുടെ ഓരോരുത്തരുടെയും ഭൗതിക ജീവിതങ്ങൾ മുഖാന്തരമായി തീരണം. ഇവിടെ അങ്ങനെ ദൈവം അവനെ അനുഗ്രഹിച്ച് ഈ ദേശത്ത് തന്നെ പാർത്തുകൊള്ളുക എന്ന് അവനോട് പറയുകയാണ്. ഫെലിസ്ത്യരുടെ ദേശമായിരുന്നു അത്, അമാലേക്കിന്റെ ദേശമായിരുന്നു അത്. ആ ദേശത്ത് അവൻ പാർത്തു. ഫെലിസ്ത്യർ അവൻ കൃഷി ചെയ്യുവാൻ പുരയിടം കൊടുക്കുകയാണ്, ഒരു വലിയ ദേശം തന്നെ കൊടുക്കുകയാണ്. ആ വലിയ ദേശത്ത് അവൻ കൃഷി ചെയ്തു, അവന്റെ സമ്പത്ത് വർദ്ധിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് അവൻ്റെ സമ്പത്ത് വർദ്ധിച്ചു വന്നു എന്നാണ്. വർദ്ധിച്ചു എന്നല്ല, വർദ്ധിച്ചു വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ ദേശത്തിൻ്റെ ഉടയവന്മാരായ ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. ഇസഹാക്ക് തൻ്റെ കൃഷി ആവശ്യത്തിനായിട്ട് കുഴിച്ച കിണർ ഫെലിസ്ത്യർ മൂടിക്കളയുകയാണ്. ഫെലിസ്ത്യർ മൂടിക്കളയുന്നത് കണ്ടിട്ട് ഇസഹാക്ക് ആ ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് നീങ്ങിപ്പാർത്തു. തൻ്റെ അപ്പനായ അബ്രഹാം കുഴിച്ച കിണറിനെ ആശ്രയിച്ചുകൊണ്ട് ഇസഹാക്ക് അതിൽ നിന്ന് വെള്ളമെടുക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ ആ കിണറിൻ്റെ വക്കിൽ നിന്ന് ആട്ടിടയന്മാർ ഓടിച്ചു കളയുകയാണ്. തൻ്റെ അപ്പൻ കുത്തിയ അവകാശത്തിൽ നിന്ന് അവനെ ഓടിച്ച്, നമ്മളുടെ പല അവകാശങ്ങളും പലരും നിഷേധിക്കുമ്പോൾ ഇസഹാക്കിൻ്റെ ദൈവം എൻ്റെയും ദൈവം എന്ന് പറയണം. ഇസഹാക്ക് വീണ്ടും അടുത്ത ദേശത്തേക്ക് പോയി. അവിടെ അവൻ പാർത്തപ്പോൾ മൂന്നാമതും ആട്ടിടയന്മാർ, മൂന്നാമത്തെ കിണറാണ്, ആട്ടിടയന്മാർ വീണ്ടും അവനെ അവിടെ നിന്ന് ഓടിച്ച് കളയുകയാണ്. ഇസഹാക്ക് മൗനമായിട്ട് വീണ്ടും അവിടെ നിന്ന് പോകുകയാണ്. വീണ്ടും അവിടെ നിന്ന് പോയിട്ട് നാലാമതായിട്ട് ഇസഹാക്ക് ഒരു കിണർ കുഴിക്കുകയാണ്. ഇസഹാക്കിൻ്റെ കിണർ ആരും തന്നെ മൂടിക്കളയുന്നില്ല എന്ന് കണ്ടിട്ട് 26-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇസഹാക്ക് പറയുകയാണ്, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ഈ ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് ആ ദേശത്തിൽ പാർത്ത അവൻ ആ കിണറിന് രഹോബോത്ത് എന്ന് പേരിടുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദുഷ്ടൻ എടുത്തു കളയുന്ന പല അവകാശങ്ങളുമുണ്ട്, ശത്രു നശിപ്പിച്ചു കളയുന്ന പല അവകാശങ്ങളുമുണ്ട്. എന്നാൽ രഹോബോത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ ജീവിതത്തിൽ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. നമുക്കറിയാം, മൂടിയ കിണറിനെ നോക്കി നിന്നുകൊണ്ട് കരഞ്ഞവനല്ല ഇസഹാക്ക്, ഓടിച്ചു വിട്ടവരുടെ കിണറ്റിലിൻ്റെ ചുറ്റും നോക്കി നിന്നവനല്ല ഇസഹാക്ക്, ഓടിച്ചു വിട്ട മറ്റൊരു കിണറിൻ്റെ താഴേക്ക് നോക്കി നിന്നവനല്ല ഇസഹാക്ക്, മറിച്ച് ഉയരത്തിലേക്ക് നോക്കി അവൻ്റെ ദൈവത്തെ കണ്ടു. എന്നിട്ട് പറയുകയാണ്, ഇസഹാക്ക് നാലാമത് അവിടെ ഒരു കിണർ കുഴിച്ചു, അതിന് രഹോബോത്ത് എന്ന് പേരിട്ട് ഇസഹാക്ക് ആ ദേശത്തിൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയുകയാണ്. കഷ്ടത്തിൻ്റെ നടുവിലും തൻ്റെ അപ്പനെ പോലെ ദൈവത്തെ ആരാധിക്കുന്ന അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഇവിടെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. തിരുമേനി പറഞ്ഞു, തിരികെ മടങ്ങി വരാത്തത് ആരാധനയ്ക്ക് മാത്രമാണ്. ഇത്രത്തോളം നിന്ന ഗരാർ എന്ന ദേശം ഇസഹാക്കിന് കൊടുത്തിട്ടും, ഇത്രത്തോളം കഷ്ടം അവൻ അവിടെ ഉണ്ടായിട്ടും തൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗപീഠം പണിത് ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു എരിവ് യുവാവായ ഇസഹാക്കിൽ ഉണ്ടായിരുന്നു. കാരണം എന്തായിരുന്നു? അവൻ നോക്കി നിന്നത് അവൻ്റെ പ്രശ്നങ്ങളെ ആയിരുന്നില്ല. പ്രശ്നങ്ങളെ നോക്കി നിന്നിട്ട് അയ്യോ എൻ്റെ ദൈവമേ എനിക്ക് ഇത്രത്തോളം പ്രശ്നം എന്നല്ല ഇസഹാക്ക് പറഞ്ഞത്, മറിച്ച് ഇസഹാക്ക് പറഞ്ഞത്, അല്ലയോ പ്രശ്നങ്ങളെ, ഇത്രയും വലിയൊരു ദൈവം എനിക്കുണ്ട് എന്നാണ്. ഞാൻ കഷ്ടത്തിൻ്റെ അപ്പം തിന്നാലും, ഞാൻ ഞെരുക്കത്തിൻ്റെ വെള്ളം കുടിച്ചാലും എൻ്റെ കണ്ണുപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ഏത് കഷ്ടത്തിൻ്റെ അവസ്ഥയിൽ കൂടി കടന്നു പോയാലും എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ ഇസഹാക്ക് ആ ദേശത്ത് ഒരു യാഗപീഠം പണിയുകയാണ്. വീണ്ടും യഹോവയുടെ ശബ്ദം അവൻ്റെ അടുക്കിലേക്ക് വരിക, യഹോവയുടെ സാക്ഷി അവൻ്റെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം വരികയാണ്. വീണ്ടും അവനെ യഹോവയാം ദൈവം അനുഗ്രഹിക്കുക. ഒരിക്കൽ പോലും ഇസഹാക്ക്, നീ നേരത്തെ എന്നെ അനുഗ്രഹിച്ചതല്ലേ, ഞാൻ നിന്നോട് ആലോചന ചോദിച്ചതല്ലേ എന്നൊന്നും ദൈവസന്നിധിയിൽ പരാതിപ്പെടുന്നില്ല. മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇസഹാക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കുകയാണ്. ഇങ്ങനെ മേൽക്കുമേൽ അവൻ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ 26-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ ഇസഹാക്ക് കാണുകയാണ്, തന്നെ ആട്ടിപ്പായിച്ച ഫെലിസ്ത്യരും തന്നെ ഓടിച്ചു കളഞ്ഞവരും എല്ലാം ഇസഹാക്കിൻ്റെ അടുത്തേക്ക് വരിക. ഇസഹാക്കിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ
വന്നപ്പോൾ ഇസഹാക്ക് അവരോട് ചോദിക്കുക, ഇനിയും നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? ഇനിയും നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? അതിന് മറുപടിയായി അവർ പറയുകയാണ് 28-ാം വാക്യത്തിൽ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു, അതുകൊണ്ട് നമുക്ക് തമ്മിൽ, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ ഒരു സത്യബന്ധം ഉണ്ടായിരിക്കണം. ഈ ദേശത്ത് പാർക്കുന്ന എന്നെയും നിങ്ങളെയും നോക്കി, ഈ ഭൂമിയിൽ താമസിക്കുന്ന ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന, വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന നമ്മെ നോക്കി നമ്മുടെ ശത്രുവിന്, നമ്മളെ ഒറ്റുന്നവർക്ക്, നമ്മളെ താഴ്ത്തിക്കെട്ടുന്നവർക്ക് പറയാൻ സാധിക്കണം, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണാലെ കണ്ടു എന്ന്. അങ്ങനെ പറയുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നമ്മളുടെ ക്രിസ്തീയ കുടുംബങ്ങളെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ, ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്റെ ദൈവം ശക്തനാണെന്ന് ഞാൻ കണ്ടു എന്ന് ഫെലിസ്ത്യർ ഇസഹാക്കിനെ നോക്കി പറയുന്നത് പോലെ നമ്മെ നോക്കി നമ്മുടെ അയൽപക്കക്കാർ പറയണം. നമ്മുടെ തലമുറ കോളേജിൽ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി, നിന്റെ ദൈവം വലിയവനാണെന്ന്, നിന്റെ ദൈവം വലിയവനാണെന്ന് ഞങ്ങൾ കണ്ടു എന്ന് പറയുന്ന സാക്ഷ്യമുള്ള തലമുറയെ വളർത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ അവസരങ്ങളെ നമ്മൾ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നില്ല, കഷ്ടതകളെ നമ്മൾ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നില്ല. ഇവിടെ ഇസഹാക്ക് ഒരു യാഗപീഠം പണിയുകയാണ്. 26-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ, പ്രിയമുള്ളവരെ, ഇസഹാക്കിന്റെ ഈ യാഗപീഠം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളിയാണ്. 2 വർഷക്കാലം ദൈവം എനിക്കും നിങ്ങൾക്കും അവസരം നൽകി ഇതുപോലെ യാഗപീഠങ്ങളെ പണിയുവാൻ. എവിടെ നമ്മളുടെ ഭവനങ്ങളെ യാഗപീഠമാക്കുവാൻ കഴിഞ്ഞ 2 വർഷക്കാലം നമുക്ക് സാധിച്ചോ? നമുക്ക് 2 വർഷം ദൈവം അവസരം നൽകി. ആദ്യമൊക്കെ ദേവാലയത്തിൽ വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു, കൂട്ടായ്മയ്ക്ക് വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു, യോഗങ്ങൾക്ക് വരാതിരുന്നപ്പോൾ നമുക്ക് എന്തൊരു സങ്കടമായിരുന്നു. പിന്നെ നമ്മൾ എന്ത് വിചാരിച്ചു? അതൊരു സുഖമാക്കി മാറ്റി. ആദ്യ ദിവസങ്ങളിലെല്ലാം നമ്മൾ പരാതി പറഞ്ഞു, തിരുമേനിയെ വിളിച്ചു, കൊച്ചമ്മയെ വിളിച്ചു, അച്ഛനെ വിളിച്ചു, അച്ഛ ഞങ്ങൾക്ക് ആലയത്തിൽ വരുന്നതാണ് ഇഷ്ടം. അച്ഛൻ പറഞ്ഞ് ഇന്നിടത്തൊരു ലൈവ് ഉണ്ട് കണ്ടോളാൻ. ആദ്യം അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക മാത്രം കണ്ടു. പിന്നെ ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ എന്തൊരു ആരാധന, എന്തൊരു പ്രാർത്ഥന, എന്തൊരു ഭക്തി. അത് കഴിഞ്ഞ് ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ഒരു ആരാധനയായി, വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ട് മറ്റൊരു ആരാധനയായി, കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നവർക്ക് വേണ്ടി വേറൊരു ആരാധനയായി, ഞാൻ കിടക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം, പൊട്ടക്കിണറ്റിൽ യോസഫിനോട് കൂടി ഇറങ്ങിയ ദൈവം എന്നൊക്കെ പറയുന്നത് പോലെ പുതപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്ന നമുക്ക് വേണ്ടിയും കറി വെക്കുന്ന നമുക്ക് വേണ്ടിയും ഇറങ്ങി വരുന്ന ദൈവത്തെ ആരാധനയ്ക്കായി നമ്മൾ വിളിച്ചു വരുത്താൻ തുടങ്ങി. ഇപ്പോഴും നമ്മൾ ആ പുതപ്പിനുള്ളിൽ പലപ്പോഴും കിടന്നിട്ട് ഇന്ന് പോകുന്നില്ല പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് സുഖത്തിൽ വീണ്ടും വീണ്ടും കിടക്കുകയാണ്. പക്ഷേ നഷ്ടപ്പെടുത്തിയ 2 വർഷത്തിലെ ആഘോഷങ്ങൾ എന്തെങ്കിലും നമ്മൾ തിരിച്ചു പിടിക്കാതിരിക്കുന്നുണ്ടോ? അന്ന് നടത്തിയ കല്യാണത്തിന് ഇപ്പോഴും വിരുന്നു കൊടുക്കുന്നവരെ എനിക്കറിയാം. നടത്തിയ ആഘോഷങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക, നമ്മുടെ ആഡംബരങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക. എന്തിനു പറയണം? ഓൺലൈൻ ഭ്രമം കൂടിയിട്ട് നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അയ്യോ ഇത് നിർബന്ധമോ? വയ്യാത്ത ഒരുപാട് പേര്, പണ്ടാർക്കും വയ്യാതിരുന്നിട്ടില്ല. തന്നെയല്ല, കൺവെൻഷന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വിദേശത്തു നിന്ന് ഒരുപാട് പേര്. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? അബ്രഹാമിന്റെ മടിയിൽ ലാസർ ഇരിക്കുമ്പോൾ ധനവാൻ ചോദിച്ചു, നാട്ടിലേക്ക് ഈ ലാസറിനെ വീണ്ടും ഒന്ന് വിടാമോ എന്ന്. അന്നേരം അതിന് മറുപടിയായിട്ട് പിതാവ് പറഞ്ഞു, വേണ്ട, ഞാൻ നാട്ടിൽ അതിനുള്ള ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾക്കെല്ലാം സുഖം. ഇന്നും ഇതിലും കൂടുതൽ ആളുകൾ സെറ്റിയിലിരുന്നും കട്ടിലിരുന്നും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കാണുന്നുണ്ട്. ദൈവത്തെ ഞാനായിരിക്കുന്നിടത്തേക്ക് വിളിച്ചിറക്കിക്കൊണ്ടുവരുവാനാ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റിയില്ലെങ്കിൽ വിശ്വാസക്കപ്പൽ ആടുമ്പോൾ നമ്മൾ വിറയ്ക്കും. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. പ്രിയമുള്ള മാതാപിതാക്കളെ, ചട്ടപ്രകാരം മക്കളെ നടത്തുവാൻ വിശ്വാസ ജീവിതം മക്കൾക്ക് കാണിച്ചു കൊടുത്ത് അവസരങ്ങളെയും കണ്ണുനീരുകളെയും ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളാക്കി മാറ്റുന്ന മാതാപിതാക്കളാക്കി നമ്മൾ മാറണം. പിന്നെ 2ാമത് ദേവാലയത്തിൽ വരുന്നതിന് വേറൊരു ചന്തവും കൂടെയുണ്ട്. ചിലർക്ക് ദേവാലയം എന്ന് പറഞ്ഞാൽ പതിവ് പോലെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ചിലർക്കാകട്ടെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ചിലർക്കാകട്ടെ എന്ത് പറഞ്ഞാലും വിമർശിക്കാൻ വീട്ടിൽ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നാട്ടിലിറങ്ങി പറയാൻ വേണ്ടി വിമർശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് ദേവാലയത്തെ കാണുന്നുണ്ടെങ്കിൽ ഉയരത്തിലൊരു ദൈവമുണ്ട്. അവൻ്റെ ആലയം പരിശുദ്ധവും പരിപാവനവുമാണെന്ന് മറന്നു പോകരുത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ബേൽശസ്സർ രാജാവ് തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പൊൻവെള്ളി പാത്രങ്ങളിൽ വീഞ്ഞൊഴിച്ച് വെപ്പാട്ടിമാർക്കും രാജ്ഞിമാർക്കും ഒക്കെ കൊടുത്തൊരു വിരുന്ന് നടത്തിയപ്പോൾ യഹോവയുടെ കൈ ആ ഭിത്തിയിൽ എഴുതി, മെനെ മെനെ തെക്കലൂഫർ
സീൻ. ഞാൻ നിന്റെ രാജ്യത്വം എണ്ണും, ഞാൻ നിന്നെ തുലാസിൽ തൂക്കും. നിന്നെ കുറവുള്ളവനായി കണ്ടാൽ ഞാൻ നിന്റെ രാജ്യം പാഴ്സികൾക്കും മേദ്യർക്കുമായി പകുത്തു കൊടുക്കുമെന്ന്. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ഓരോരുത്തരുടെ രാജ്യം നമ്മളുടെ കുടുംബങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആരാധനയുടെ സമയത്ത് അലസതയോടെ വീട്ടിലിരുന്നാൽ വരും തലമുറ ദൈവത്തെ അറിയാത്ത ഒരു തലമുറയാകുമെന്ന് മറന്നു പോകരുത്. നമ്മുടെ പ്രാർത്ഥനയുടെ വലിപ്പം ഒരു ഫോൺ റിങ് ചെയ്യുന്നതിന് അത്രേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് നമ്മളിരിക്കുമ്പോൾ ഫോൺ അടിച്ചാൽ നമ്മൾ ചാടി എഴുന്നേറ്റ് ഓടും. കാരണം ഞാൻ ഈ വിളിക്കുന്നവനേക്കാൾ വലുതാണെന്നാണ് നമ്മുടെ ഒരു ഭാവം. എന്നാൽ ഞാൻ വിളിക്കുന്ന എൻ്റെ സ്വർഗസ്ഥനായ ദൈവം 1000 സൂര്യനേക്കാൾ തേജസ്സുള്ളവനല്ലേ? മാലാഖമാരുടെ നാട്ടിലുള്ളവനല്ലേ അവൻ? ക്രോപകൾ വഹിക്കുന്ന തേരിൽ അഗ്നി സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ ദൈവം. ക്രോപകൾ, നീലക്കണ്ണുള്ള ക്രോപകൾ സദാ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് അട്ടഹസിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ ലോകത്തിലെ ആരെങ്കിലും വിളിക്കുമ്പോൾ അതെടുത്തുകൊണ്ട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് പോകുമ്പോൾ അവസരങ്ങളെ അനുഗ്രഹങ്ങൾക്ക് പകരം ശാപമാക്കുന്നവരാണ്. ആയതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ മുൻപിൽ എൻ്റെ കഷ്ടങ്ങളെല്ലാം എൻ്റെ അനുഗ്രഹങ്ങൾക്ക് കാരണമാകണമെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കുന്ന, കുരിശിൻ്റെ ചുവട്ടിൽ ധൈര്യപ്പെടുത്തിയ ഒരമ്മയെപ്പോലെ കുരിശുകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ധൈര്യത്തോടെ മകനെ നിന്റെ കൂടെ നിന്റെ ദൈവമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുവാൻ മാതൃകയോടെ ജീവിക്കുന്ന മാതാപിതാക്കളാകാം. 2, അവകാശങ്ങളെ അലക്ഷ്യമാക്കരുത്. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ യാത്ര ചെയ്യുന്നുവെങ്കിൽ എൻ്റെ അവകാശങ്ങളെ ഞാൻ അലക്ഷ്യമാക്കി കളയരുത്. നമ്മുടെ ഏറ്റവും വലിയ അവകാശമാണ് ഈ ക്രിസ്തീയ ജീവിതം, അല്ലേ? നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം, നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ ജീവിതം. എന്നാൽ പലപ്പോഴും ഈ അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് നമ്മൾ അലക്ഷ്യമാക്കി മാറ്റുന്നത്? നമ്മുടെ അവകാശങ്ങളെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ നമ്മൾ അതിസമർത്ഥരാണ്. അത് ദൈവത്തിൽ നിന്നാണെങ്കിലും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും സഹോദരങ്ങളിൽ നിന്നാണെങ്കിലും അവകാശങ്ങളെ പിടിച്ചു വാങ്ങാൻ നമ്മൾക്കൊരു മടിയുമില്ല. അതിന് നമ്മൾ ആ ധൂർത്തപുത്രനെ അനുഗമിക്കും. എൻ്റെ അവകാശമല്ലേ, ഞാൻ നിന്റെ ഇളയ മകനല്ലേ, എനിക്ക് താ. ഒന്നാമത്തെ കരച്ചിലാണ്. പല അവകാശങ്ങളും പിടിച്ചു വാങ്ങുമ്പോൾ ദൈവസന്നിധിയിലും ഈ ധൂർത്തപുത്രനെ പോലെ നമ്മൾ പറയും, എനിക്ക് താ അപ്പാ, എനിക്ക് താ. മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തിക്കിടക്കാൻ വയ്യാത്ത വണ്ണം ഉണ്ടെങ്കിലും എനിക്ക് കിടന്നുറങ്ങാൻ വയ്യപ്പാ, ഇനിയും താ. പണ്ടൊന്നുമില്ലായ്മയുടെ കാലത്ത് ഓലമേഞ്ഞ വീട്ടിൽ ചാണകം മെഴുകിയ തറയിലിരുന്ന് അവർ പ്രാർത്ഥിച്ചു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവില്ല. ഇന്നൊന്നിനും ഒരു കുറവില്ല. വീടിന് വീടുണ്ട്, കാറിന് കാറുണ്ട്, ജോലിക്ക് ജോലിയുണ്ട്, പത്രാസുണ്ട്, പണമുണ്ട്. എങ്കിലും ദൈവസന്നിധി നമ്മൾ പറയും എനിക്ക്. ആരെങ്കിലും നമ്മളോട് ചോദിക്കും, അച്ഛൻ ചോദിക്കും എങ്ങനെയുണ്ട് അച്ഛാ, മോൻ പോയതിൻ്റെ കടം തീർന്നിട്ടില്ല അച്ഛാ. വെറുതെ പറയുന്ന, കാരണം എന്തെങ്കിലും ചോദിച്ചു പോയെങ്കിലോ മിഷന് വേണ്ടി. മോൻ പോയതിൻ്റെ കടം തീർന്നിട്ടില്ല അച്ഛാ. നമ്മളിത് കാണാതെ ടേപ്പ് റെക്കോർഡ് പോലെ പഠിച്ചു വെച്ചിരിക്കുക. എൻ്റെ അവകാശമായ ദൈവസഭയുടെ വളർച്ചയാണ്, എൻ്റെ അവകാശമായി മക്കളുടെ മുൻപിൽ മാതൃകയാകേണ്ട. ഇങ്ങനെ അവകാശത്തെ അലക്ഷ്യമാക്കിയ നമ്മുടെ ഒരു പിതാവാണ് സംഖ്യാപുസ്തകത്തിൽ വിശ്വാസത്തിൻ്റെ നായകൻ, വിശ്വാസത്തിൻ്റെ ധീരനായ മോശ. എങ്ങനെയായിരുന്നു മോശ തൻ്റെ അവകാശം അലക്ഷ്യമാക്കിയത്? സീൻ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം എത്തിയ നേരത്ത് അവർക്ക് കുടിക്കുവാൻ സമൃദ്ധമായി വെള്ളമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്കും അഹറോനുമെതിരെ പിറുപിറുക്കുക. അവർ പറയുകയാണ്, ഞങ്ങൾ വന്ന നാട്ടിൽ ഒലിവുങ്കായും മാതളപ്പഴവും ആഹാരവും ഞങ്ങൾക്കുണ്ടായിരുന്നു, നീ ഞങ്ങളെ ഈ ഉണങ്ങിയ ദേശത്ത് കൊണ്ടുവന്നിട്ട് കൊല്ലുകയാണോ? മോശ യഹോവയുടെ സന്നിധിയിൽ കമന്നു വീണു. മോശ യഹോവയുടെ സന്നിധിയിൽ കമന്നു വീണ് പ്രാർത്ഥിച്ചു. മോശയുടെ പ്രാർത്ഥന കേട്ടിട്ട് യഹോവയാം ദൈവം മോശയോട് പറഞ്ഞു, നീ എഴുന്നേൽക്കുക, എൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക, നിന്റെ വടി നീ പാറയിന്മേൽ നീട്ടുക, പാറ വെള്ളം തരും, എൻ്റെ ജനം കുടിച്ച് തൃപ്തിയാകും. മോശതാനും ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ വാശിയോടെ എഴുന്നേറ്റ് ഉശിരോടെ വടിയെടുത്ത് പാറയിന്മേൽ 2 അടി അടിച്ചു. 2 അടി അടിച്ചു. മോശയോടെ ദൈവം പെട്ടെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, വെള്ളം ഇഷ്ടം പോലെ കിട്ടും, പക്ഷെ നീ കനാൻ കാണുകയില്ല, നീ കനാൻ കാണുകയില്ല. എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതവും ഭൗതിക ജീവിതത്തിൻ്റെ അവകാശങ്ങളെ അലക്ഷ്യമാക്കുന്നത് പലപ്പോഴും നമ്മുടെ എടുത്തുചാട്ടത്തോടുകൂടി വടിയെടുത്തങ്ങ് അടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മോശയ്ക്ക് എന്തായിരുന്നു വടി? മോശയുടെ അവകാശമായിരുന്നു വടി. വിക്കനായ മോശയെ സുശക്തമാക്കി തീർത്തത് ആ വടിയായിരുന്നു. ഫറവോന്റെ കൊട്ടാരത്തിൽ മോശയെ നെഞ്ചുവിരിച്ച് നിർത്തിയ വടി, ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നടത്തിയ വഴി, ഫറവോന്റെ സൈന്യത്തിന്റെ മുൻപിൽ അവരെ ജയിപ്പിച്ച വടി, ബാധകളെ ശമിപ്പിച്ച വടി.
മുൻപിൽ ചെങ്കടലും പിൻപിൽ ഫറവോന്റെ സൈന്യവും നിന്നപ്പോൾ ഇസ്രായേൽ ജനത്തിനും ദൈവത്തിനും മധ്യേ സമുദ്രത്തിന്മേൽ നീട്ടിയപ്പോൾ സമുദ്രത്തെ രണ്ടാക്കി പകുത്ത വടി, ഇത്രയും ശക്തിയുള്ള വടിയൊന്ന് നീട്ടാൻ പറഞ്ഞപ്പോൾ മോശ എന്തു ചെയ്തു? ഈ വടി കൊണ്ട് പാറയിൽ അടിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതവും ചെങ്കടലിനെ പകുക്കുവാനും ഫറവോന്റെ സൈന്യത്തെ തകർക്കുവാനും എല്ലാത്തിനും മതിയായതാണ് നമ്മുടെ ജീവിതം, നമുക്കറിയാം. പക്ഷെ പലപ്പോഴും ആരാധനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്താലും നമ്മുടെ ഭവനത്തിൽ കലഹങ്ങൾ ഒഴിയുന്നില്ല. അപ്പനെന്ന അവകാശം അലക്ഷ്യം, അമ്മയെന്ന അവകാശം അലക്ഷ്യം, കുടുംബങ്ങളിൽ അവകാശങ്ങൾ അലക്ഷ്യം, പ്രാർത്ഥനയിൽ അലക്ഷ്യം, സർവത്ര അലക്ഷ്യമാകിട്ട് കോപത്തിന്റെ ആത്മാവ് നമ്മുടെ ഭവനത്തിൽ വ്യാപരിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ ഭാഷകൾ കലങ്ങിപ്പോകുകയാണ്. ഒരേ ഭാഷ സംസാരിച്ചിട്ടും കുടുംബത്തിൽ പരസ്പരം ഭാഷകൾ മനസ്സിലാകുന്നില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിന്റെ അഭാവമാണ്, ഭവനത്തിൽ ഇല്ല എന്നതാണ് അർത്ഥം. മോശയുടെ വടി പോലെ എനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസ ജീവിതം മക്കളുടെ മുൻപിൽ അടിച്ചു തീർക്കാനുള്ളതല്ല. അതായിരുന്നു മുടിയനായ പുത്രന്റെ, ധൂർത്തപുത്രന്റെ രണ്ടാമത്തെ കരച്ചിൽ. ധൂർത്തപുത്രന്റെ രണ്ടാമത്തെ കരച്ചിൽ ഇങ്ങനെയായിരുന്നു: അയ്യോ, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ വേലക്കാർ പോലും ഇതിലും സുഭിക്ഷമായി കഴിയുന്നു. അപ്പന്റെ അവകാശം വാങ്ങിക്കാനായിരുന്നു ഒന്നാമത്തെ കരച്ചിൽ. രണ്ടാമത്തെ കരച്ചിലോ, അയ്യോ, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എനിക്കും എൻ്റെ അയൽക്കാരനും എല്ലാം ഉണ്ട്. എന്നാലും എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജനലിൽ കൂടി അപ്പുറത്തേക്ക്. അയ്യോ, അവനെല്ലാം ഉണ്ട്, അയ്യോ എൻ്റെ സഹോദരനെല്ലാം ഉണ്ട്, അയ്യോ എൻ്റെ ചുറ്റുമുള്ളവർക്കെല്ലാം ഉണ്ട്, എനിക്ക് മാത്രം ഒന്നുമില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ കരച്ചിൽ. എന്നാൽ ധൂർത്തപുത്രനൊരു മൂന്നാമത്തെ കരച്ചിലുണ്ടായി: അപ്പാ, നിന്നോട് ഞാൻ പാപം ചെയ്തു, നിനക്കനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ധൂർത്തപുത്രനെ പോലെ ഈ നാളുകളിൽ തിരിച്ചു വന്ന് നമ്മളും കരയണം. നമ്മളൊന്നോർത്തെ, എൻ്റെ അവകാശമായിരിക്കുന്ന കുടുംബജീവിതത്തെ ക്ഷമയോടെ നേരിടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ക്ഷമയോടെ നേരിടാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ലോകത്തിൻ്റെ ശരിക്ക് ശരിവെക്കാതെ യൗസേപ്പ് എന്നൊരു പുരുഷൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് ശരിവെച്ചുകൊണ്ടാണ് മറിയാം എന്നൊരു സ്ത്രീയെ ചേർത്ത് നിർത്തിയത്. ലോകത്തിൽ ഒരുപാട് തെറ്റുകൾ എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ നിന്ന് വന്നു കാണും, എൻ്റെ മക്കളുടെ ഭാഗത്തു നിന്ന് വന്നു കാണും, എൻ്റെ മരുമക്കളുടെ ഭാഗത്തു നിന്ന് വന്നു കാണും. ലോകത്തിൻ്റെ ശരിയേക്കാൾ ദൈവത്തിൻ്റെ ക്ഷമയെന്ന ശരിയെ ചേർത്ത് പിടിക്കുവാൻ, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച അവകാശങ്ങളെ അലക്ഷ്യമാക്കാതെ മുടിയനായ പുത്രൻ്റെ മൂന്നാമത്തെ കരച്ചിൽ എൻ്റെ ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ കണ്ണുനീരുകൊണ്ട് കഴുകുന്ന പ്രാർത്ഥന എൻ്റെ ഭവനത്തിൽ ഉണ്ടായിരിക്കണം. ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ? ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പരിപാടി, ടി വിയിൽ കാണുന്ന സ്പോൺസേഡ് പ്രോഗ്രാം പോലെ ഒരു സ്പോൺസേഡായ പരിപാടിയാണ് പലപ്പോഴും ഇന്ന് കുടുംബ പ്രാർത്ഥന. ചൊല്ലിയാൽ ചൊല്ലി, ചൊല്ലിയില്ലെങ്കിൽ ചൊല്ലിയില്ല. പല വീടുകളിലെയും കുടുംബ പ്രാർത്ഥനകൾ അഖണ്ഡ പ്രാർത്ഥനകളാണ്. എന്താ അഖണ്ഡ പ്രാർത്ഥന? ഒരാൾ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ അടുത്ത ആൾ പ്രാർത്ഥിക്കും, മോൻ വന്നു കഴിയുമ്പോൾ മോൻ, മോള് വന്നു കഴിയുമ്പോൾ മോൾ. എന്നാൽ ഒന്നിച്ചിരുന്ന് ഒരു പായിലിരുന്ന് കുടുംബ പ്രാർത്ഥനകളെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ ആ കണ്ണുനീർ അപ്പൻ്റെയും അമ്മയുടെയും കണ്ടു വളരുന്ന മക്കൾ ഒരു കാലത്തും നശിച്ചു പോകുകയില്ല എന്ന് പൂർവ്വപിതാക്കന്മാരുടെ കണ്ണുനീര് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? എന്താ അവർ നമുക്ക് തന്നിട്ട് പോയത്? ഈ കണ്ണുനീരും പ്രാർത്ഥനയും വിശ്വാസവുമല്ലേ അവർ തന്നുപോയത്? ഈ ദേശത്ത് നിങ്ങളെ ഇത്രത്തോളം മാനിച്ചത് അവരൊഴുക്കിയ കണ്ണുനീരാ, അവർ കുഴിച്ചിട്ട കണ്ണുനീരാ, അവർ കരഞ്ഞ പ്രാർത്ഥനയാ, അവർ ചൊല്ലിത്തീർത്ത പ്രാർത്ഥനയാ, അവരെടുത്ത ഉപവാസമാ, അവരെടുത്ത ധ്യാനങ്ങളാ, അവരെടുത്ത പ്രതിജ്ഞകളാ ഈ ദേശത്ത് ഇന്ന് മച്ചിട്ട വീട്ടിൽ നമ്മൾ കിടന്നുറങ്ങാൻ കാരണം. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും അവകാശങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കളുടെ മുൻപിൽ ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്ത് ജീവിക്കുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല എങ്കിൽ മോശ കനാൻ ദേശം കാണാത്തതുപോലെ ഒരിക്കൽ പോകുവീൻ, ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്ന ദിവസം വരും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ആ ദിവസം എന്താണ്? താതനിരുത്തുന്ന മേശയിൽ പുത്രൻ തമ്പുരാൻ പരികർമ്മിക്കുകയും പരിശുദ്ധ റൂഹ വാടാത്ത കിരീടവും വെപ്പിക്കേണ്ട ദിവസത്തിൽ കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ നമ്മുടെ മക്കളുടെ മുൻപിൽ മാതൃകയാകണം. ആരാധനകളിൽ നമ്മുടെ മക്കളുടെ മുൻപിൽ ഒന്നിച്ച് കടന്നു വരുവാൻ, ഒന്നിച്ച് ആരാധന തുടങ്ങുമ്പോൾ കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ആരാധനയ്ക്ക് കടന്നു വന്നിട്ട് ഇവിടെയെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ട് പോയിട്ട് ആരാധനയ്ക്ക് പോയി എന്ന് പറയാതെ മക്കളുടെ മുൻപിൽ പള്ളിക്കകത്ത് നിന്ന് ആരാധിക്കുന്ന അപ്പനായി തീരാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഒരു കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് ഒരു ബിസ്ക്കറ്റ് കൊണ്ട് പള്ളിക്ക് ചുറ്റും നടക്കുന്ന അമ്മയല്ല കുഞ്ഞ് കണ്ടു വളരേണ്ടത്. 12 വയസ്സുകാരനായ ബാലനായ യേശു എന്ന ബാലനെ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാൾ നടന്നപ്പോൾ കാണാതെ പോയി. അപ്പനും അമ്മയും അന്വേഷിച്ച് ചെന്നപ്പോൾ അവനെ കണ്ടെത്തിയത് എവിടെയായിരുന്നു? കച്ചവടക്കാരുടെ അടുക്കലല്ലായിരുന്നു. ന്യായശാസ്ത്രിമാരോടൊപ്പം ഇരുന്ന് ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിക്കുന്ന
ഒരു മകനെയാണ് അവർക്ക് കാണാൻ സാധിച്ചത്. എവിടെയായിരുന്നു ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ബോധ്യം അവനിലുണ്ടായത്? ഈ അപ്പൻ്റെയും അമ്മയുടെയും മടിയിലായിരുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഈ വചനമാകുന്ന നമ്മുടെ ഈ ന്യായപ്രമാണം നമ്മുടെ മക്കളുടെ മുൻപിൽ കാണിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ഓരോരുത്തരുടെയും പല വീടുകളിലും ഈ ന്യായപ്രമാണ ഗ്രന്ഥം, ഈ പുസ്തകം, വിശുദ്ധ വേദ പുസ്തകം ഇങ്ങനെ നടുവശം മാത്രം പുറത്തേക്ക് നിൽക്കുക. കാരണം നമുക്ക് എന്താ ഇഷ്ടമുള്ളൂ? നടുക്കെന്തുവാ? സങ്കീർത്തനം. അതാവുമ്പോൾ വലിയ കുഴപ്പമില്ല, തുറക്കുന്നു, കുഴപ്പമില്ല, ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു, ഓക്കെ ആണ്, കഴിഞ്ഞു. രാവിലത്തെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, വൈകുന്നേരത്തെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു. അങ്ങനെയല്ല, വചനധ്യാനം അതെൻ്റെ അവകാശമാണ്. മാറ്റമില്ലാത്ത ഈ വചനം എൻ്റെ അവകാശമാണ്. അന്ധന് കാഴ്ച കൊടുത്ത ഈ വചനം, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച ഈ വചനം, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ വചനം, പാപിനി സ്ത്രീയെ ശുദ്ധീകരിച്ച വചനം, സക്കേവൂസിനെ എഴുന്നേൽപ്പിച്ച വചനം, എൻ്റെയും എൻ്റെ തലമുറയിലെയും ദോഷങ്ങളെയും പാപങ്ങളെയും അന്ധതകളെയും ശുദ്ധിയില്ലാത്ത അവസ്ഥകളെയും വഴക്കുകളെയും മാറ്റണമെങ്കിൽ എൻ്റെ ഭവനത്തിൽ വചനം വ്യാപരിക്കണം. അബ്രഹാമിൻ്റെ ദൈവമാണെന്ന് ഇസഹാക്കിനോട് പറഞ്ഞ ദൈവം എൻ്റെ തലമുറയോട് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. നമ്മൾ നമ്മുടെ മക്കളോട് പറയണം, അബ്രഹാം ആരുമല്ലായിരുന്നു, വെറും ഒരു കൽപ്പണിക്കാരൻ്റെ മകനാ. കൽപ്പണിക്കാരൻ്റെ മകനായ അബ്രഹാം ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ വിശ്വാസികളുടെ പിതാവായി. മക്കളെ, നോഹ ആരുമല്ലായിരുന്നു, ഒരു ഭ്രാന്തന. പക്ഷെ ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ ഒരു കപ്പലിനുള്ളിൽ പ്രളയകാലത്തും സംരക്ഷിച്ചൊരു ദൈവം. മക്കളെ, ഇസഹാക്ക് ആരുമല്ലായിരുന്നു, അബ്രഹാമിൻ്റെ ദൈവമാണ് അവനെ വഴി നടത്തിയത്. മക്കളെ, ദൈവമില്ലായിരുന്നെങ്കിൽ യാക്കോബ് വെറും ഒരു ചതിയനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ യാക്കോബ് ഇസ്രായേലായി. മക്കളെ, യോസഫ് ആരുമല്ലായിരുന്നു, വെറും സ്വപ്നക്കാരനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ മിസ്രയീമിൻ്റെ അധിപതിയായി. യോനാ വെറും സംശയക്കാരനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ ഒരു ജനതയെ മുഴുവൻ എഴുന്നേൽപ്പിച്ചു. ഏലിയാവ് വെറും നിരാശനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ ആകാശത്ത് നിന്ന് അഗ്നിരഥം ഇറങ്ങി വന്നു. ദാവീദ് വെറും ഒരു ഇടയനായിരുന്നു. ദൈവം അവനോട് കൂടെ ഇരുന്നപ്പോൾ അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവായി മാറി. പാപിനിയായ സ്ത്രീ വെറും ഒരു പാപിനി സ്ത്രീയായിരുന്നു. ക്രിസ്തു അവളോട് കൂടെ ഇരുന്നപ്പോൾ അവൾ ഇന്നും ചരിത്രങ്ങളിൽ ജീവിക്കുക. സക്കേവൂസ് വെറും ചുങ്കക്കാരനായിരുന്നു. ക്രിസ്തു അവനോട് കൂടി വന്നപ്പോൾ അവൻ ഇന്നും ജീവിക്കുകയാണ്. മക്കളോട് പറഞ്ഞു കൊടുക്കണം, കർത്താവില്ല എങ്കിൽ, ആ അവകാശത്തെ അലക്ഷ്യമാക്കിയാൽ നാം വെറും മണ്ണാണ്. നമ്മൾ വെറും മണ്ണാണ്, തിരികെ മണ്ണിലേക്ക് പോകേണ്ടവരാണ്. മൂന്നാമതായിട്ട് നമ്മളുടെ ബലഹീനതകളെ കൃപകളാക്കി മാറ്റണം. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത എന്താണെന്നറിയോ? നമ്മുടെ വീടും നമ്മുടെ മക്കളും. ലഹരി വിമുക്ത സംസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ലഹരി വിമുക്തം എവിടെയാ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ ഭവനത്തിൽ. നമ്മുടെ ഏറ്റവും വലിയ ലഹരി ആരാണെന്നറിയോ? നമ്മുടെ മക്കളാണ്. നമ്മുടെ ഏറ്റവും വലിയ ലഹരി. എന്തു തെറ്റു ചെയ്താലും എൻ്റെ മോൻ മാത്രം അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറയുന്നതിൽ നിന്ന് ഇയ്യോബ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കണം. ബലഹീനതകളെ കൃപകളാക്കി മാറ്റാൻ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇയ്യോബ് അധികാലത്ത് എഴുന്നേറ്റ് തൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയോ എന്നോർത്ത് ഓരോരുത്തരെയും വിളിച്ച് ശുദ്ധീകരിച്ചു പ്രാർത്ഥിച്ചു. ബലഹീനതകളെ കൃപകളാക്കി മാറ്റുവാൻ നമ്മുടെ തലമുറയെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. അതിന് പകരം നമ്മൾക്ക് പലപ്പോഴും സംഭവിക്കുന്ന എന്താ? നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളും ഈ യോനയെ പോലെയാ. യോനയ്ക്ക് തണലേകുവാൻ ആവണക്കിനെ സൃഷ്ടിച്ചു ദൈവം. ഈ ആവണക്ക് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സുഖമെന്ന് യോന വിചാരിച്ചു. എന്നാൽ യോന അറിയാതെ ഒരു പുഴു വന്ന് ആവണക്കിൽ കയറി. പുഴു വന്നത് യോന അറിഞ്ഞില്ല, പുഴു കുത്തിയത് യോന അറിഞ്ഞില്ല, ഇലവാടിയത് യോന അറിഞ്ഞില്ല, തണ്ടുവാടിയത് യോന അറിഞ്ഞില്ല. സകലതും താഴെ വീണപ്പോൾ യോന ഉയരത്തിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്താ ദൈവമേ നീ എന്നോട് ഇങ്ങനെ ചെയ്തത്? പലപ്പോഴും ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നു കഴിയുമ്പോൾ ദൈവത്തെ പഴിക്കുക. പുഴു എന്താണെന്ന്, എൻ്റെ ഭവനത്തിലെ പുഴു എന്താണെന്ന് മനസ്സിലാക്കുവാൻ, എൻ്റെ ഭവനത്തിൽ ശത്രു എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ആ ബലഹീനതയെ കൃപയാക്കണം. ചില ഭവനങ്ങളിൽ ദേഷ്യമായിരിക്കും പ്രശ്നം, ചില ഭവനങ്ങളിൽ വാശിയായിരിക്കും പ്രശ്നം. ഒരു കൂരയ്ക്ക് കീഴിൽ പരസ്പരം മിണ്ടാത്തവരില്ലേ ഇതിനകത്ത്? സഹോദരങ്ങളുടെ ഇടയിൽ പരസ്പരം മിണ്ടാത്തവരില്ലേ ഇതിനിടയ്ക്ക്? 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരുവൻ തന്നെ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ കള്ളനാകുന്നു. കാരണം ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. എൻ്റെ സഹോദരൻ്റെ ബലഹീനത ആ സ്ഥലമാണെങ്കിൽ അവൻ എടുത്തോട്ടെ. അവൻ അതുകൊണ്ട് കോടീശ്വരനാകുന്നെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ. ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ. കാരണം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ
എന്നിട്ടോ ദൈവം അബ്രഹാമിനോട് കൂടെ ഇരുന്നില്ലേ? സഹോദരന് വേണ്ടി ഒരു 2 സെന്റ് വിട്ടുകൊടുക്കാത്താണോ പ്രശ്നം? കൊടുത്തേക്കുക. ദൈവം നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കും. ബലഹീനതകളെ കൃപകളാക്കി മാറ്റണം. നമ്മൾക്ക് വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളവരാ നമ്മുടെ ഭവനത്തിൽ, പല ബലഹീനതകളും ഉള്ളവരാ നമ്മൾ. 1 ശമൂവേൽ പുസ്തകം 25-ാം അധ്യായത്തിൽ ഒരു കുടുംബത്തെ കാണാം. നാബാൽ അബീഗയിൽ കുടുംബമാണ്. ബലഹീനതകളുടെ കൂടാണ് നാബാൽ എന്ന് പറയുന്ന ഭർത്താവ്. കാലേബ് വംശജനാണ്, ഉന്നത കുലജാതനാണ്. വലിയ വിരുന്നു കഴിക്കുകയാണ്. വിരുന്നു കഴിച്ചപ്പോൾ അവിടെ ദാവീദിന്റെ ആളുകൾ വന്നതറിഞ്ഞ് അവരെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. ഇതറിഞ്ഞിട്ട് അവൻ്റെ സേവകന്മാർ ഈ ബുദ്ധിമോശം കാണിക്കുന്ന നാബാലിൻ്റെ ഭാര്യയായ അബിഗേലിനോട് പറയുകയാണ്, ഇവൻ കാണിച്ചത് തെറ്റ്, ഈ ബലഹീനതകൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്. അബിഗേലാകട്ടെ മിണ്ടാതെ ചെന്ന് പെട്ടെന്ന് തന്നെ കുതിരയ്ക്ക് കോപ്പിട്ട് ഭക്ഷണ സാധനങ്ങളുമായി ദാവീദിനെ അന്വേഷിച്ച് ചെന്ന് ദാവീദിൻ്റെ കാൽക്കൽ വീഴുകയാണ്. ദാവീദ് പറഞ്ഞു, ക്ഷമിക്കുവാൻ സാധിക്കുന്ന തെറ്റല്ല. എങ്കിലും അബിഗേൽ വീണ്ടും കാലിലേക്ക് വീണ് മാപ്പപേക്ഷിക്കുക. കാലിലേക്ക് വീണ് മാപ്പപേക്ഷിക്കുന്നത് കണ്ടിട്ട് ദാവീദ് പറയുകയാണ്, അല്ലയോ യുവതി, നിന്റെ വിവേകം സ്തുത്യം. അവളുടെ അപേക്ഷയും പ്രാർത്ഥനയും ദാവീദിന്റെ ഹൃദയത്തിൽ തൊട്ടു. തൻ്റെ ഭർത്താവിൻ്റെ ബലഹീനതയെ ചൂണ്ടിക്കാണിച്ച് കരയേണ്ടവൻ്റെ മുൻപിൽ കരഞ്ഞവളായിരുന്നു അബിഗേൽ. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിത പങ്കാളിക്ക് തെറ്റുകളുണ്ടാകാം, എൻ്റെ ജീവിത പങ്കാളിക്ക് കുറ്റങ്ങളുണ്ടാകാം, എൻ്റെ സഹോദരങ്ങൾക്ക് കുറ്റങ്ങളുണ്ടാകാം, എൻ്റെ മാതാപിതാക്കൾക്ക് കുറ്റങ്ങളുണ്ടാകാം, എൻ്റെ മരുമക്കൾക്ക് കുറ്റങ്ങളുണ്ടാകാം. ഈ കുറ്റങ്ങളെ മറ്റുള്ളവരോട് പറയുന്നതിൽ എന്ത് ഗുണമാണ് നമുക്കുള്ളത്? പറയാനുള്ളത് സ്വർഗത്തിലെ ദൈവത്തോട് മാത്രമായിരിക്കണം. എൻ്റെ മക്കളുടെ കുറവുകളെ നീതീകരിക്കുകയല്ല, മറിച്ച് നമ്മുടെ മക്കളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ വെക്കുന്ന, കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളാണ്. ഇന്ന് കുറവുകളോടുകൂടി നമുക്ക് പറ്റില്ല. നമുക്കിന്ന് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇഷ്ടമാണ്. 1-2 ദിവസം നമ്മൾ ആരെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാൽ അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ നിന്ന് അക്കോമഡേഷൻ എന്നൊരു ഫീലിങ്ങിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ മാറണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയും നമ്മുടെ കുടുംബ ബന്ധങ്ങളുമൊക്കെ വഴിയിലിട്ട് വലിച്ചിഴക്കുക. ഇതിൻ്റെ നാശത്തിൻ്റെ ആരംഭം എവിടെയാണെന്നറിയോ? പറയുമ്പോൾ സാധാരണ ജനങ്ങളായ നമുക്കിഷ്ടമല്ല. നമ്മുടെ ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ ദേവാലയത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ പുരോഹിതന്മാരെക്കുറിച്ചോ മേൽപുരോഹിതന്മാരെക്കുറിച്ചോ മോശമായി നമ്മുടെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ഫോർവേഡുകളുടെ കാലമാണ്. നമ്മുടെ ഏറ്റവും വലിയ ഉല്ലാസം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ ബലഹീനതകളിൽ ഒന്നാണ് ഈ ഫോർവേഡ് ചെയ്യുക. രാവിലെ ഉണർന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താ? പെട്ടെന്ന് നമ്മുടെ മൊബൈൽ എടുക്കും. ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നത് തന്നെ ഞാനാണ്, അല്ലേ? അപ്പോൾ ഈ മൊബൈലുകൾ എടുത്തിട്ട് നമ്മൾക്ക് കിട്ടുന്നത് ഫോർവേഡ് ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം, അതിനപ്പുറത്തൊന്നുമില്ല. ഒരു മനസ്സുഖം മാത്രമാണ്. അതിന് അച്ഛനായിക്കൊള്ളട്ടെ, തിരുമേനി ആയിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, എനിക്ക് പ്രശ്നമേ അല്ല. എന്നിട്ട് നമ്മൾ പറയും, പണ്ട് കാണുമ്പോൾ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞാൻ നിന്നോടായതുകൊണ്ട് മാത്രം പറയുക, നീയായിട്ടിനി അത് ആരോടും പറയണ്ട, ഞാൻ നിനക്കങ്ങ് ഫോർവേഡ് ചെയ്തു എന്നേ ഉള്ളൂ. പണ്ടത്തെ പരദൂഷണം എന്ന് നമ്മൾ ഓമനപ്പേരിട്ട് വിളിച്ചതിനെ ഇന്ന് പുതിയ ഭാഷയിൽ ഫോർവേഡ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് ശപിക്കപ്പെട്ടവനായിരുന്നു ഹാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ദേശത്ത് മുന്തിരിത്തോട്ടമുണ്ടാക്കി. മുന്തിരി വീഞ്ഞു കുടിച്ച് നോഹ ഉന്മത്തനായി നഗ്നനായി കിടക്കുന്നത് തൻ്റെ മകനായ ഹാം കാണുകയാണ്. തൻ്റെ മകനായ ഹാം അവൻ്റെ സഹോദരനായ ശേമിനെയും യാഫേത്തിനെയും വിളിച്ചിട്ട് പറയാ, നോക്ക് അപ്പൻ നഗ്നനാണ് എന്ന്. അവൻ അങ്ങ് ഫോർവേഡ് ചെയ്തു. ഹാം എന്ത് ചെയ്തു? ഒരു മനസ്സുഖം, അവൻ അങ്ങ് ഫോർവേഡ് ചെയ്തു. നമ്മുടെ അപ്പൻ എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ അപ്പൻ നഗ്നനാണ് എന്ന്. എന്നാൽ അവരാകട്ടെ, ശേമും യാഫേത്തും പെട്ടെന്ന് തന്നെ ഒരു പുതപ്പെടുത്ത് തൻ്റെ അപ്പനെ മൂടി. അപ്പൻ്റെ ലഹരിയൊക്കെ മാറിക്കഴിഞ്ഞ് അപ്പൻ ഉണർന്നപ്പോൾ തൻ്റെ മകനായ ഹാം തന്നെ അപമാനിച്ചു എന്നറിഞ്ഞ് ഹാമിനെ ശപിക്കുകയാണ്. കനാന്റെ പിതാവായ ഹാം, നീ ശപിക്കപ്പെട്ടവനാകുന്നു. നിന്റെ തലമുറ സഹോദരങ്ങൾക്ക് ദാസന്മാരായി തീരും. നമ്മുടെ തലമുറകളുടെ നാശത്തിൻ്റെ ഒരു കാരണം ഈ ഫോർവേഡുകളാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ കേട്ടിട്ടില്ലാത്ത, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത സർവശക്തനായ ദൈവം ഇവരോടെല്ലാം ക്ഷമിക്കുന്നില്ലേ? എൻ്റെ ന്യായമല്ല ദൈവത്തിൻ്റെ ന്യായം, എൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി. ഓരോരുത്തരെയും അവരായിരിക്കുന്ന സിംഹാസനങ്ങളിലും കസാരകളിലും ഇരുത്തിയിരിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. നീതിന്യായ വിസ്താര കോടതിയിൽ ദൈവമാണ് വിധിക്കേണ്ടവൻ, ഞാനല്ല വിധിക്കേണ്ടത്. ഞാൻ വിധിക്കുന്നത് നിമിത്തം എൻ്റെ തലമുറ നശിച്ചു പോകാതിരിപ്പാൻ
നാം സൂക്ഷിച്ചു കൊള്ളുവീൻ. ഹാം ഒറ്റത്തെറ്റേ ചെയ്തുള്ളൂ. സഹോദരന്മാരെ വിളിച്ച് ചൂണ്ടിക്കാണിച്ചു. നഗ്നനായി കിടന്നത് നോഹ, ലഹരി ഉപയോഗിച്ചത് നോഹ, ശപിക്കപ്പെട്ടത് ഹാം. ഇതാണ് പ്രശ്നം. നമ്മൾ ചോദിക്കും ഞങ്ങൾ വേണ്ടായോ, പിന്നെ ഇവരെയൊക്കെ ഒന്ന് നിലയ്ക്ക് ഓർക്കുക. നഗ്നനായി കിടന്നത് നോഹ, ലഹരി ഉപയോഗിച്ചത് നോഹ, പക്ഷെ ശപിക്കപ്പെട്ടതോ നഗ്നത ചൂണ്ടിക്കാണിച്ചവൻ. പരിശുദ്ധ വേദപുസ്തകം പറയുന്നതാണിത്. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. കേൾക്കുമ്പോഴത്ര രസമൊന്നും ഇല്ലെങ്കിലും ഓർക്കുക, ഞാൻ നിമിത്തം, എൻ്റെ പ്രവൃത്തി നിമിത്തം എൻ്റെ വിശ്വാസത്തിനോ എൻ്റെ സഭയ്ക്കോ എൻ്റെ ആചരണങ്ങൾക്കോ തടസ്സമുണ്ടാകാതിരിക്കുവാൻ, എൻ്റെ തലമുറയ്ക്ക് ശാപം കിട്ടാതിരിക്കാൻ, എൻ്റെ തലമുറ കണ്ണുനീരിൽ താന്നു പോകാതിരിക്കുവാൻ നമ്മൾ നോക്കിയാൽ മതി. തമ്പുരാൻ കർത്താവിനെ ഒന്ന് നോക്കിയാൽ മതി. ഇവൾ പാപിനിയാണെന്ന് പറഞ്ഞ് സകലരും അവളെ കല്ലെറിയുവാൻ വേണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത്? കർത്താവ് എന്താ ചെയ്തത്? അവൻ കുനിഞ്ഞിരുന്ന് തറയിൽ എഴുതി. കർത്താവ് തമ്പുരാൻ കുനിഞ്ഞിരുന്ന് തറയിൽ എഴുതിയപ്പോൾ ക്രിസ്തുവിന്റെ ഹൃദയത്തിൽ കൂടി കടന്നുപോയത് എന്തായിരിക്കും? ഒരിക്കൽ ഇതുപോലെ ഏറുകൊള്ളേണ്ടവളായിരുന്നു എൻ്റെ അമ്മയും. എൻ്റെ അപ്പനായ യൗസേപ്പ് എൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുവാൻ ഒന്ന് കണ്ണടച്ചില്ലായിരുന്നെങ്കിൽ, ഒന്ന് കൈ നീട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയും ഇതുപോലെ പാപിനിയെന്നും വേശ്യയെന്നും പറഞ്ഞ് കല്ലെറിയപ്പെടുമായിരുന്നു. ഇതുപോലെ ക്രിസ്തു കുനിഞ്ഞിരുന്നെഴുതിയതുപോലെ ക്രിസ്തുവിന്റെ ഭാവമുള്ളവർ, ക്രിസ്തുവിന്റെ കണ്ണിലേക്ക് നോക്കുന്നവർ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ ഓർക്കുക. ക്രിസ്തുവിനെ ഓർക്കുക. സാവൻ ഈ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ മാത്രമാണ് ഓർത്തത്, ഫോർവേഡുകളെ അല്ല. അവരുടെ മുൻപിലേക്ക് ആ സ്ത്രീയെ ഇട്ടുകൊടുക്കുകയല്ല ചെയ്തത്. ഞാൻ നിമിത്തം എൻ്റെ തലമുറ. അപ്പൊ ഇപ്പൊ നമ്മുടെ ഹൃദയത്തിൽ കൂടെ വരും, അന്നേരം ഇവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് നടക്കട്ടെന്നോ? അല്ലേ? നമ്മുടെ ഹൃദയത്തിലൊരു ചോദ്യമാണ്, ഞാൻ നിമിത്തം ഇവരൊക്കെ ഇങ്ങനെ അങ്ങ് സുഖമായിട്ട് നടക്കട്ടെ, ഞങ്ങൾ മാത്രം ബുദ്ധിമുട്ടട്ടെ? അതിനുള്ള മറുപടി പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-ാം വാക്യത്തിൽ റെഫീദീമിൽ വെച്ച് അമാലെക്കിനോട് യുദ്ധം ചെയ്യുവാൻ ഇസ്രായേൽ ജനം നിൽക്കുകയാണ്. ഇസ്രായേൽ ജനത്തെ തോപ്പിക്കാൻ വേണ്ടി റെഫീദീമിൽ അമാലെക്കിന്റെ സൈന്യം നിൽക്കുന്നു എന്നറിഞ്ഞ് മോശ യോശുവയോട് പറയുകയാണ്, യോശുവ, നീ പടയൊരുക്കവുമായി പാളയത്തിലേക്ക് ചെല്ലുക, നീ യുദ്ധഭൂമിയിലേക്ക് ചെല്ലുക, ഞാനിവിടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാമെന്ന്. യോശുവ മോശയുടെ വാക്കുകേട്ട് യുദ്ധഭൂമിയിലേക്ക് ചെന്നു. യോശുവയുടെ യുദ്ധം ജയിക്കുന്നത് മോശയുടെ കൈകൾ ഉയർന്നിരുന്നപ്പോൾ മാത്രമാണ്. മോശയുടെ കൈ ക്ഷീണം കൊണ്ട് താണപ്പോൾ യോശുവ യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്ന് കണ്ട് അഹറോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി മോശയുടെ കൈയെ കല്ല് വെച്ച് കയറി ഉയർത്തിപ്പിടിച്ചു. മോശയുടെ കൈ ഉയർത്തിപ്പിടിക്കുവാൻ അഹറോനും ഹൂരും ശ്രമിച്ചപ്പോൾ, കല്ലുരുട്ടിക്കയറി കൈ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇസ്രായേൽ ജനം വിജയിക്കുകയും അവരവിടെ കൊടിനാട്ടി യഹോവ നിസി എന്ന് അടയാളം വെക്കുകയും ചെയ്തു. നമ്മുടെ വിശ്വാസം താന്നുപോകുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം താന്നുപോകും. വിമർശനങ്ങളല്ല വേണ്ടത്, നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് വിശ്വാസികളുടെ കൈകളെ ഉയർത്തിപ്പിടിക്കണം. ഈ പിതാക്കന്മാരുടെ കൈകളെ ഉയർത്തിപ്പിടിക്കണം. ജഡത്തിൽ ബലഹീനരായ മനുഷ്യരാണ് നമ്മളെല്ലാവരും. എങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായ പ്രാർത്ഥനകൾ. ഒന്നുമില്ലായ്മയുടെ കാലത്ത് പിടിയേരി മാറ്റിവെച്ചു കൊടുത്ത അമ്മമാർ വളർത്തിയ മക്കളല്ലേ നമ്മൾ? ഒന്നുമില്ലായ്മയുടെ കാലത്ത് മുണ്ട് മുറുക്കിയെടുത്ത് ഒരു പിടി മാറ്റിവെച്ച് കൊടുത്ത അപ്പന്മാരുടെ മക്കളല്ലേ നമ്മൾ? ഈ പിതാക്കന്മാരുടെ കൈകളെ ഉയർത്തിപ്പിടിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ മുഖാന്തരമായി തീരുമ്പോൾ ദൈവരാജ്യം ഈ ഭൂമിയിൽ കടന്നു വരും. പ്രിയമുള്ളവരെ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിന്റെ കണ്ണിലേക്ക് നോക്കുന്ന നമ്മൾ അരുതുകളെ താലോലിക്കരുത്. നമ്മൾ അതിർവരമ്പുകളെ നമ്മൾ തന്നെ നിശ്ചയിക്കണം. ക്രിസ്ത്യാനിക്കു ചേർന്ന പ്രവർത്തനങ്ങളും സംസാരങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ അവകാശങ്ങളെ അലക്ഷ്യമാക്കി കളയാതെ, നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാനും ബലഹീനതകളെ കൃപകളാക്കി മാറ്റുവാനും, ഞാൻ എന്നെ തന്നെ ഒതുക്കി സൂക്ഷിക്കും ദൈവസന്നിധിയിൽ, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് കടന്നുപോയാൽ വലിയ അത്ഭുതം ഈ ദേശത്ത് നടക്കും. ഞാൻ മാറിയാൽ എൻ്റെ സമൂഹം മുഴുവൻ മാറും. കാരണം ജീവിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന അർത്ഥമാണ് ജീവിതത്തിന്. ജീവിതം വെള്ളം പോലെയാ. വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ? ഏത് പാത്രത്തിൽ ഒഴിക്കുന്നോ അതാണ് അതിൻ്റെ രൂപം. എന്ത് മണം അതിലേക്ക് ഒഴിക്കുന്നോ അതാണ് അതിൻ്റെ മണം. എന്തതിലേക്ക് കലക്കുന്നുവോ അതാണ് അതിൻ്റെ രുചി. ഏത് നിറം അതിലേക്ക് ഒഴിക്കുന്നുവോ അതാണ് അതിൻ്റെ നിറം.
അതുകൊണ്ട് നമ്മുടെ തലമുറ നിറമുള്ളവരായി, നല്ല ഗുണമുള്ളവരായി ദൈവസന്നിധിയിൽ തീരുവാൻ അവർക്ക് രൂപപ്പെടുത്തി കൊടുക്കുന്ന നല്ല പാത്രങ്ങളായി തീരണം നാം മാതാപിതാക്കൾ. ആയതിന് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് നോക്കാം. ക്രിസ്തുവിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമ്മളോട് ചോദിക്കും, നമുക്ക് പലപ്പോഴും തോന്നും, ദൈവമേ എൻ്റെ ജീവിതം എന്താ? ഒരിക്കലും ഒരു ഗുരുവിൻ്റെ അടുക്കലേക്ക് ഒരു ശിഷ്യൻ ചെന്നിട്ട് ചോദിച്ചു, ഗുരു ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരു മറുപടിയായിട്ട് പറഞ്ഞു, നീ പ്രകൃതിയിലേക്ക് തന്നെ നോക്കുക, നിനക്ക് കാണാം. അവൻ പ്രകൃതിയിലേക്ക് നടന്ന് ആദ്യം കണ്ടത് മുന്തിരിച്ചെടിയാ. മുന്തിരിച്ചെടിയോട് ചോദിച്ചു, എന്താ നിന്റെ ജീവിതം? മുന്തിരിച്ചെടി മറുപടിയായി പറഞ്ഞു, തന്നെ നിൽക്കാൻ എനിക്ക് ശേഷിയില്ലെങ്കിലും എന്നിലുണ്ടാകുന്ന ഫലം ഈ ലോകത്തിന് കൊടുക്കുക എന്നതാണ് എൻ്റെ ജീവിതം. അവിടെ വന്നിരുന്ന ഒരു കുയിലിനോട് അവൻ ചോദിച്ചു, എന്താണ് ജീവിതം? തന്നെ ഒരു കൂടുവെക്കാൻ ത്രാണിയില്ല എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും എൻ്റെ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതാണ് കുറവുകളുണ്ടെങ്കിലും എൻ്റെ ജീവിതം. അവിടെ വന്നൊരു മയിലിനോട് അവൻ ചോദിച്ചു, മയിലേ എന്താണ് നിന്റെ ജീവിതം? മയില് പറഞ്ഞു, എൻ്റെ ചിറകുകൾക്ക് മനോഹാരിതയുണ്ട്, എനിക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും അത് വിരിച്ച് ആനന്ദ നൃത്തമാടി എൻ്റെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്നതാണ് എൻ്റെ ജീവിതം. സന്ധ്യയായ ഒരു മിന്നാമിന്നിയെ അവൻ കണ്ടിട്ട് ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതം? മിന്നാമിന്നി അവനോട് പറഞ്ഞു, ഒത്തിരി വെട്ടമൊന്നും എന്നിലില്ലെങ്കിലും എന്നിലുള്ള ഇത്തിരി വെട്ടത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതം. ഒഴുകുന്ന പുഴയിലെ നീന്തുന്ന മീനുകളോട് അവൻ ചോദിച്ചു, എന്താണ് ജീവിതം? മീനുകൾ അവനോട് പറഞ്ഞു, എതിരെയും കുറുകയും ഒരുപാട് തിരകളുണ്ടെങ്കിലും ഇതിനെയെല്ലാം അതിജീവിച്ച് മുന്നേറുന്നതാണ് എൻ്റെ ജീവിതം. ഒടുവിൽ അവൻ പുഴയോട് ചോദിച്ചു, എന്താണ് നിന്റെ ജീവിതം? പുഴ പറഞ്ഞു, ശാന്തമായി ഒഴുകി കടലിൽ ചെന്നു ചേരുക എന്നതാണ് എൻ്റെ ജീവിതം. പ്രിയമുള്ളവരെ, ഈ മുന്തിരിച്ചെടി പോലെ പലപ്പോഴും തന്നെ നിൽക്കാൻ ത്രാണിയില്ലെങ്കിലും എന്നിലുണ്ടാകുന്ന ഫലങ്ങൾ ക്രിസ്തുവിന് യോജിച്ച ഫലങ്ങളായി തീരണം. കുയിലിനെ പോലെ മറ്റുള്ളവരെ പോലെ വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും നമ്മുടെ വാക്കുകൾ അനേകർക്ക് സാന്ത്വനമാകണം. മയിലിനെ പോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഈ മിന്നാമിന്നിയുടെ അത്രയും വെട്ടമേ എന്നിലുണ്ടെങ്കിലും ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നു, 12-ാം വാക്യത്തിൽ, കാലാളുകളോടുകൂടി നീ ഓടി ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടൊപ്പം എങ്ങനെ ഓടും? സമാധാനമുള്ള ദേശത്ത് നീ ഇങ്ങനെ നിർഭയനായി വസിച്ചാൽ യോർദാന്റെ ആ വൻകാട്ടിൽ എന്തു ചെയ്യും? എന്നോടും നിങ്ങളോടും തലമുറയുടെ കണക്ക് ചോദിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കിയിട്ട് നമ്മുടെ കഷ്ടങ്ങളെയും ഞെരുക്കങ്ങളെയും വേദനകളെയും ക്രിസ്തുവിൻ്റെ മുൻപിൽ സമർപ്പിച്ചിട്ട്, കർത്താവേ, നീ എനിക്ക് തരുന്ന കഷ്ടങ്ങളെല്ലാം, നീ എനിക്ക് തരുന്ന നഷ്ടങ്ങളെല്ലാം, നീ എനിക്ക് തരുന്ന വേദനകളെല്ലാം അവസരങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനെ അനുഗ്രഹമാക്കി മാറ്റാൻ എൻ്റെ മക്കളുടെ മുൻപിൽ നീ എന്നെ ശീലിപ്പിക്കണമേ. ആഘോഷങ്ങളിൽ ലയിക്കുന്നവരല്ല, മറിച്ച് ആത്മീയതയിലേക്ക് തിരികെ വരുന്നവരായിരിക്കണം. 2, അവകാശങ്ങളെ അലക്ഷ്യമാക്കരുത്. ക്രിസ്തീയ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലിയ അവകാശം. അതിൽ പ്രാർത്ഥനയും ഉപവാസവും നമ്മുടെ തലമുറയെ പഠിപ്പിച്ചുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുക. ഭക്തനാണെന്ന് അവകാശപ്പെടുമ്പോൾ യാക്കോബ് സ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് ഭക്തനാണെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാ. നാവിനെ നിയന്ത്രിച്ച് മക്കളുടെ മുൻപിൽ പ്രാർത്ഥനയിൽ മാതൃകയായി, കുടുംബ പ്രാർത്ഥനകളിൽ മാതൃകയായി, ആരാധനകളിൽ മാതൃകയാകണം. ബലഹീനതകൾ എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അടുത്തിരിക്കുന്നവൻ്റെ അല്ല, എൻ്റെ ബലഹീനതകളെ കർത്താവേ കൃപകളാക്കി മാറ്റുവാൻ നിന്റെ കരുണ എന്നോട് കൂടെ ഇരിക്കണം. നമ്മൾ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കാം. അവൻ കാണിക്കുന്ന വഴിയിൽ കൂടി നടക്കുവാനും ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാനും സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാനും അനേകർക്ക് ആശ്വാസമായി തീരുവാനും നമ്മുടെ ഈ കൂട്ടായ്മയും കടന്നുവരവും മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയിൽ ഒരുമിച്ച് വരുവാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന്, ഇത്രയും വലിയൊരു യോഗത്തിൽ ഒരുമിച്ച് കാണുവാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു.